അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ റോസ്മേരി ചലഞ്ചിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ഒരു മാസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് ഒരു മാസം യൂസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഏപ്രിൽ 1-ാം തീയതി നമ്മൾ ഇതിൻ്റെ റിസൾട്ട് പറയുന്നതാണിത്. പക്ഷേ നമ്മൾ പറയുന്ന പോലെ നല്ലല്ലോ നമുക്ക് സംഭവിക്കുക. റോസ്മേരി യൂസ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് ആ പറഞ്ഞ ഡേറ്റിന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബേബിക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കാരണം ചെറിയ കുട്ടിയാണ്, 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ലാഗായി പോയിട്ടുണ്ട്. ഇപ്പോഴും പനിയൊക്കെയാണ്, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഏകദേശം വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് ബേബി ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ. കാരണം നമുക്കറിയാം, ബേബി ഉള്ളവർക്ക് അറിയാം, ബേബി ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിലേക്ക് വോയിസ് ആഡ് ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും എത്ര ദിവസം നമ്മൾ ഒരു ദിവസം എഡിറ്റിങ്, ഒരു ദിവസം വോയിസ് ആഡിങ്, ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു വീഡിയോ എടുത്താൽ അതൊന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു 5-6 ദിവസത്തെ പണിയാണ് നമുക്ക്. ചിലപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാവും ബേബിക്ക് അപ്പോൾ ഒരു കരച്ചിലാവും. അപ്പോൾ ഇപ്പോൾ പനിയും കൂടെ ആയതുകൊണ്ട് നിലത്ത് ഇറങ്ങത്തേ ഇല്ല, ഫുള്ള് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം വീഡിയോ ഒന്ന് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒന്നുള്ള എനിക്ക് എടുത്തിട്ടേ ഇല്ല കേട്ടോ, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അതിലേക്ക് ശ്രദ്ധ ഇല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആ ഒരു ടെൻഡൻസി എനിക്ക് വരുന്നില്ല. എനിക്കൊരു വീഡിയോ എടുക്കണമല്ലോ, റിസൾട്ട് പറയണ്ടല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ ഒന്നാമത് ബേബീൻ്റെ ആ ഒരു ഇതൊക്കെ പാടായിട്ട് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ മൊത്തം ബേബീക്കിൻ്റെ ആണ് കേട്ടോ. നമ്മളിപ്പോൾ നോക്കേണ്ടത് ബേബീനെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇതും കൂടെ ചെയ്യും എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ പാർട്ട് 1 പോയി കാണട്ടോ. നീ കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. റോസ്മേരി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, സിറാണ് കേട്ടോ. റോസ്മേരിൻ്റെ ലീവ്സ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സിറാണ് കേട്ടത്. ഇത് ഞാൻ മെയ് 1-ാം തീയതിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂസ് 30 ദിവസം യൂസ് ചെയ്തിട്ട് ഏപ്രിൽ 1-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് പറയാമെന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് ആ വീഡിയോയിൽ. പക്ഷേ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് ഒരു 2-3-4 ഡേ ഞാൻ ഇത് യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ്റെ ആ ഒരു ടൈമിൽ ഒരു 2 ദിവസം ഞാനിത് യൂസ് ചെയ്യാറില്ല. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ഫേസ് പാക്ക് ആയിക്കോട്ടെ, ഹെയർ പാക്ക് ആയിക്കോട്ടെ, ഇനി ഹെയറിൽ ഓയിലി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതൊന്നും ഞാൻ മെൻസ്ട്രേഷൻ്റെ ഒരു 2 ദിവസം ഞാൻ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ച് വന്നുകൊണ്ട് അമ്മ എപ്പോഴും ചീത്ത പറയാറുണ്ട് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എണ്ണയൊക്കെ പോയിട്ട് ലീവ് ആവുന്ന സമയത്തൊക്കെ ഞാൻ എണ്ണ പോയിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അമ്മ ഒരുപാട് വഴക്ക് പറയും, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ഫേസ് ആയിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ. അന്ന് നമ്മൾ ലീവ് ആവുന്ന സമയത്ത് നമ്മളതൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മളൊരു ബഹുമാനമൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ അതിനെ നമ്മൾ കൊണ്ട് നടക്കാനെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് വഴക്ക് പറയായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ദിവസം ഗ്യാപ്പ് വന്നു. പിന്നെ കുട്ടിക്ക് പനിയായിട്ട് നൈറ്റ് ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പോൾ ജലദോഷവും കഫക്കെട്ടൊക്കെ നിറഞ്ഞിട്ട് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം വിടുമ്പോഴൊക്കെ ഭയങ്കര ഗതികേടാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കിടക്കുന്നതിൻ്റെ മുന്നെയാണ് നമ്മളിത് യൂസ് അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സൂട്ടബിൾ വെച്ചാൽ അപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ആ 2 ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അതും കൂടെ കൂട്ടിയിട്ട് ഞാൻ കറക്റ്റ് 30 ഡേ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ യൂസ് ചെയ്യാത്ത ദിവസം കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി 7-ാം തീയതി അതിനേക്കാളും ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ തയ്യാറാക്കിയിരുന്ന ബോട്ടിൽ എനിക്കറിയാലോ ഒരു ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ചേ ഞാൻ എടുത്തുള്ളായിരുന്നു. പിന്നെ ഞാനിത് പിന്നെ അതും കൂടെ കൂട്ടിയിട്ട് 3-ാമത്തെ വട്ടമാണ് കേട്ടോ ഞാൻ റോസ്മേരിൻ്റെ ലീവ്സ് ഞാൻ ഇതേപോലെ തിളപ്പിച്ചെടുക്കുന്നത്. സിറം ഉണ്ടാക്കുന്നത് ഞാനിത് 3-ാമത്തെ വട്ടമാണ്. ഇപ്പോൾ
അതിപ്പോൾ ഒരു മൂന്ന് ദിവസമായി, മൂന്നല്ല ഒരു 4 ദിവസമായിട്ടുണ്ടാവും കേട്ടോ, 3-4 ദിവസമായിട്ടുണ്ടാവും ഞാനിത് റെഡിയാക്കി വെച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ തോന്നുന്നു ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന്, യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഒഴിച്ച് ഈ ബോട്ടിൽ ഒഴിച്ചതിൻ്റെ ബാക്കി ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൽ ഒഴിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ല, അതുകൊണ്ട് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്രയും നമുക്ക് തോന്നുന്നത് തന്നെ. കണ്ടോ, പിന്നെ ബോട്ടിൽ റോസ്മേരിൻ്റെ ആ കളറൊക്കെ ബോട്ടിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോവാം. നമ്മൾ റോസ്മേരി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 36 ദിവസമായിട്ടോ. അപ്പോൾ ഈ 36 ദിവസം എനിക്ക് കിട്ടിയ ഈ ഒരു റിസൾട്ടാട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എന്താണോ കിട്ടുന്ന റിസൾട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഈ 36 ദിവസത്തിൽ യൂസ് ചെയ്യാത്ത ദിവസമുണ്ട്, യൂസ് ചെയ്യുന്ന ദിവസമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടിക്ക് ഫീവർ ആയതുകൊണ്ട് കാരണം അതുകൊണ്ട് മിസ്സായി. പിന്നെ എൻ്റെ മെൻസ്ട്രേഷൻ ടൈമിൽ അപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്തതാട്ടോ, മിസ്സായതല്ല, സ്കിപ്പ് ചെയ്തതാണ്. പിന്നെ കുട്ടിക്ക് പനി ആയപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇത് ഉപയോഗിക്കാതെ എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഇതിലേക്ക് കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ 36 ദിവസം എന്ന് പറഞ്ഞത്. റോസ്മേരിൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബാഡ് പറയണോ ഗുഡ് പറയണോ? ഗുഡ് പറയാം അല്ലേ. എപ്പോഴും നമ്മൾ നല്ലത് പറയണം എന്നാണല്ലേ പറയുക. എപ്പോഴും നമ്മൾ ആദ്യം നല്ലത് പറയുക, എന്നിട്ട് നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലും കേൾക്കുന്നവർക്കൊരു സുഖമല്ലേ. ഇപ്പോൾ നമ്മളോട് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് തന്നെ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ ഒരുങ്ങി പോകാൻ നേരത്തൊക്കെ ഒരുങ്ങി വരുന്നിട്ട് പിന്നെ ആ ഡ്രസ്സ് ഒട്ടും ചേരുന്നില്ല, അല്ലെങ്കിൽ എന്താ കോലം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എനിക്ക് പറ്റത്തില്ല, എനിക്ക് കേൾക്കുന്നതന്നെ ദേഷ്യം. അങ്ങനെ നമ്മൾ ഒരുങ്ങി വന്നിട്ട് പിന്നെ നെഗറ്റീവ് പറയും. ആദ്യം എന്ത് നല്ല രസമാണ്, ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുഡ് പറയാം കേട്ടോ. നല്ല 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 റിസൾട്ട് പറയാം. റോസ്മേരി അടിപൊളിയാണ് കേട്ടോ. കാരണം എനിക്ക് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നിട്ടില്ല. എൻ്റെ ഇവിടുത്തെ ഈ 2 പോർഷനിലെ ഹെയർസ് എനിക്ക് ഇല്ലായിരുന്നു. ആദ്യം മുടി കൊഴിഞ്ഞിട്ട് പിന്നെ ഇത് രണ്ടാമത് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ വന്ന ഹെയർസിൽ എനിക്ക് ഈ 2 പോർഷനിൽ മാത്രം ഹെയർസ് കുറവാണ്, മൊത്തത്തിൽ കുറവാണ്. എന്നാലും ഇവിടെ പോർഷനിൽ എനിക്ക് ഭയങ്കര കുറവാണ്. എനിക്ക് ഇവിടെ നമ്മുടെ തലേൻ്റെ ഓടൊക്കെ കാണുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഹെയർസൊക്കെ വന്നു, കുറേ ക്ലിയറായി. ഇപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ പൊന്തിച്ച് ഈ ഷോർട്ട് ടോപ്പൊക്കെ ഇടുമ്പോൾ പൊന്തിച്ച് കെട്ടായിട്ടൊക്കെ നോക്കുമ്പോൾ ഇട്ടാൽ നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ? കേട്ടോ, ചെറിയ ഹെയർസൊക്കെ വന്നതുണ്ടോ? ഫുള്ളൊന്നും വന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മന്തല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. കണ്ടിന്യൂസ് ഒരു 3-4 മന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട്. ഞാൻ പറയാനിരിക്കുന്നത് സിറം ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ 2 പോർഷൻ ഞാൻ എന്തായാലും കവർ ചെയ്യും കേട്ടോ. ഞാൻ ഈ 2 പോർഷനിൽ എല്ലാ ദിവസവും ഞാൻ ഈ 2 പോർഷനിലാണ് അധികം ഞാൻ യൂസ് ചെയ്യാറ്. ബാക്കിക്കൊന്നും പിന്നെ അങ്ങനെ വല്ലാണ്ടൊന്നും പോവില്ല. കാരണം നമുക്ക് യൂസ് ചെയ്ത് തരാൻ ഒരാളും കൂടെ, ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ കണ്ണാടിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ സ്പ്രേ ചെയ്യുക. അതുകൊണ്ട് ഈ 2 പോർഷൻ ഞാൻ എന്തായാലും മസ്റ്റായിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ടൈമില്ലാന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ 2 പോർഷനിൽ ഞാൻ വേഗം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാൻ വേഗം പൂട്ടും. കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തണുപ്പോടെ എടുത്തിട്ട് യൂസ് ചെയ്യരുത്. നീരിറക്കം ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നീരിറക്കമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതായിട്ട് നല്ല റിസൾട്ടാണ്. പിന്നെ നമുക്ക് ഹെയർസ് ഇനിയിപ്പോൾ കുളിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നേരെ പാറി നിൽക്കും. അതായത് നമ്മൾ നൈറ്റ് യൂസ് ചെയ്തിട്ട് മോർണിംഗിലൊക്കെ ഒരു 2-3 ഡേയ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുളിക്കാണ്ട് നമ്മൾ നൈറ്റ് റോസ്മേരി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് തിക്കായിട്ട് തോന്നും കേട്ടോ. കാരണം പാറിയിട്ട് നല്ലൊരു തിക്കായിട്ട്
തിക്കായിട്ട് തോന്നും. ഓവർ പാർന്നല്ല, ഒന്ന് കിട്ട് ബുമ്മായി നിൽക്കും. ഒന്ന് ഒരു നമ്മൾ ആദ്യമേ ഉള്ള മുടിനേക്കാളും ഒന്ന് തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഫീൽനെസ് കിട്ടോ, അത് നല്ലതാണ്. കാരണം പുറത്തൊക്കെ ഒന്ന് പോകുന്നവർക്ക് കാണുമ്പോൾ ഒരു ആ കുട്ടിയുടെ മുടി അത്ര കുറച്ച് തിക്കുണ്ടായിട്ട് തോന്നുന്നില്ലേ, ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലപോലെ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ നല്ല റിസൾട്ട് എന്ന് പറയാൻ. ഇതെല്ലാം നമുക്ക് കാര്യമായിട്ട് വേണ്ടത്. ഡാൻഡ്രഫ് കുഴപ്പമില്ല, എന്നാലും നമുക്ക് അധികമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാഡാണ്. ബാഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറയണോ? പറയാല്ലേ, പറയുമ്പോൾ രണ്ടും പറയണം എന്നാണല്ലോ. അപ്പം നമുക്ക് ബാഡ് പറയാം. ബാഡ് എന്ന് പറഞ്ഞാൽ മുടികൊഴിച്ചിൽ, അതൊരു പ്രശ്നമാണ്. മുടിക്കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാർട്ട് 1 എൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യത്തിന് കൊഴിയുന്നുണ്ട് എന്ന്. ആ കൊഴിച്ചിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്തിട്ട് അയ്യോ എനിക്ക് മാത്രം റിസൾട്ട് ഇല്ലല്ലോ, എനിക്ക് എൻ്റെ മുടി ഇതിലേക്കാളും കൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണ നിർത്തണ്ട. കണ്ടിന്യൂസ് 1 മന്ത് 2 മന്ത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അധികം പണിയൊന്നുമില്ലാത്ത പണിയല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴോ ഫ്രീ ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ നടക്കുമ്പോഴോ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ബോട്ടിൽ അത്യാവശ്യം കാണുന്നില്ലാത്ത സിമ്പിൾ ബോട്ടിലുമാണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ കംഫർട്ടബിളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് എത്രയും ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ യൂസ് ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ടായിട്ട് കിട്ടിയത്. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇനി മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ തീരുമാനം. ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും മിസ്സാവുകയാണെങ്കിൽ എന്നുള്ളൊരു മിസ്സേ ഉള്ളൂ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം മിസ്സാക്കില്ല. ഒരു മെൻസ്ട്രേഷൻ്റെ ടൈമിൽ മാത്രം ഞാൻ അറിഞ്ഞുകൊണ്ടും എല്ലാ കാര്യങ്ങളും ഞാൻ മിസ്സാക്കാറുള്ളൂ. അതിന് ഈ സിറം ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഹെയർ കെയർ ആയിക്കോട്ടെ, ഫേസ് പാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ ഓയിൽ ആയിക്കോട്ടെ, ഏത് സംഭവമാണെങ്കിലും ഞാൻ ആ ഒരു 2 ദിവസം ഞാൻ എന്തായാലും ഞാൻ മിസ് ചെയ്യാറുണ്ട്, ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്, അല്ലാണ്ട് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നതല്ല. ആ ദിവസം ഞാൻ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല. അതെനിക്ക് ഇതുവരെ നല്ല ഗുണമായിട്ട് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഞാൻ എന്ത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. നല്ല ഗുണങ്ങൾ മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.